ഹലോ, ഞാൻ ഓഫീസൊക്കെ എത്തി, ഫേസ് ആപ്പൊക്കെ ചെയ്തു. അതാ പുറകിൽ കാണുന്നതാണ് എൻ്റെ ഓഫീസ് ഇട്ടാ. സമയം 9:30 ആയിട്ടുള്ളൂ രാവിലെ. അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തേക്കാണ്, അകളി ഗ്രാമപഞ്ചായത്തേക്ക്. അതായത് ഇന്ന് സ്ഥാനാർത്ഥികളൊക്കെ ജയിച്ചവരൊക്കെ ഉണ്ടല്ലോ, അന്ന് സ്ഥാനം ഏറ്റെടുക്കുകയാണ്. പ്രസിഡൻറ്റ് സ്ഥാനവും പിന്നെ മെമ്പർ സ്ഥാനമൊക്കെ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാറ് റിട്ടേണിംഗ് ഓഫീസർ ആയതുകൊണ്ട് ഞാനല്ല ഇവിടുത്തെ ക്ലർക്ക്. അപ്പോൾ എനിക്ക് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ രജിസ്റ്ററുകളും പേനയൊക്കെ എടുത്തിട്ട് പോവാട്ടാ. 10 മണി ആയിട്ടില്ല, 10 മണി ആവണുള്ളൂ. അപ്പോൾ നേരെ ഓഫീസിൽ വന്നിറങ്ങി ഫേസ് ആപ്പും ചെയ്ത് അങ്ങോട്ട് പോയാൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നടന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് വർത്തമാനങ്ങളോട് പറയുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് സിവിൽ സ്റ്റേഷനാണ്. അപ്പോൾ ഇതേതാണ് നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം, അകളി സിവിൽ സ്റ്റേഷൻ. അതൊക്കെ പലതവണ കാണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ മുന്നത്തെ വീഡിയോയിൽ. പിന്നെ ആ കാണുന്നത് ഒരു ഹോസ്റ്റലാണ്, അതായത് ട്രൈബ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റലാണത്. ആ വെള്ള ബിൽഡിങ് ഇത് കൂടിയാണല്ലോ നമ്മൾ കയറി പോരുക. അതിൻ്റെ വഴികളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ വീഡിയോയിൽ കണ്ടിട്ട്. ഇവിടെ സിവിലിലെത്തി. ഇനി നേരെ റോഡിലേക്ക് ഇറങ്ങിയിട്ട് അയ്യപ്പസ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ, അതിൻ്റെ മുന്നിൽ കൂടി പോയി അങ്ങനെ നടന്നു പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ കുറേ കാലമായി നമ്മൾ ഈ റോഡിൽ കൂടി അങ്ങ് നടന്നിട്ട്. അന്നൊരു ദിവസം റേഷൻ കടയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ അതുകൂടി നടന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോകാമെന്ന് വിചാരിക്കുകയാണ്. സിവിൽ സ്റ്റേഷൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ മെയിൻ റോഡ് ഇട്ടാ, അതായത് മണ്ണാർക്കാട് ആനക്കട്ടി റോഡ്. നമ്മൾ ബസ്സൊക്കെ കാത്തു നിൽക്കുന്ന ബസ് സ്റ്റോപ്പാണ് അത്. ആ ലോറി പോയതിൻ്റെ അപ്പുറം അതൊരു പുളിമരമാണ്. ഇപ്പോൾ പുളിമരച്ചോട് എന്നാണ് ഈ ബസ് സ്റ്റോപ്പിൻ്റെ പേര്. നമുക്ക് നേരെ അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോവാം. മെയിൻ റോഡിൽ കൂടി നടന്ന് ഞാൻ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താറായി. ഏകദേശം ഫ്രണ്ടിലെത്തിയിട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ നടന്നു വന്ന വഴികൾ. ചെറിയ സ്ക്രീനിൽ കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. നല്ല ആകാശം, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ അയ്യപ്പൻ വിളക്ക് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിനുള്ള സംഭവങ്ങളൊക്കെ ഒരുങ്ങി തുടങ്ങി. കവാടങ്ങളും പിന്നെ പന്തലുകളും ഒക്കെ ഒരുങ്ങി തുടങ്ങി. ഞാനിതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് അപ്പുറത്ത് കൂടി പോയി ഇറങ്ങാം. മെയിൻ റോഡിൽ കൂടി പോവാം, പക്ഷെ നിങ്ങൾക്ക് കാഴ്ചകൾ കാണിക്കണമെങ്കിൽ അത് കൂടി വേണം പോകാൻ. അമ്മ അമ്പലത്തിൽ പോയാ? അതെ, അയ്യപ്പസ്വാമി ക്ഷേത്രം, അപ്പുറത്ത് മഹാവിഷ്ണു ക്ഷേത്രം. അപ്പോൾ അത് അവിടെ ഉത്സവത്തിനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഇരുമ്പിൻ്റെ ചെയറല്ല, എന്താ ടേബിൾ പോലെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ കയറുന്നില്ല, കാരണം ഞാൻ കുളിച്ചിട്ടില്ല കേട്ടാ. രാവിലെ അങ്ങനെ കുളിക്കാത്തിരി മടിയാണ്, അപ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അമ്പലത്തിൽ കയറില്ല, അമ്പലം മുറ്റത്ത് കൂടി ഇങ്ങനെ പോകണുള്ളൂ. ഇതാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് കയറുന്ന സ്ഥലം. ഈ അമ്പലത്തേക്ക് 2 വഴിയുണ്ട് കേട്ടോ. അതായത് ഒരു വഴിയുണ്ട്. ഇപ്രാവശ്യം 3 ആനയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ആൽമരം ഏട്ടാ. അപ്പോൾ അതിൻ്റെ മുറ്റത്ത് കൂടി ഇങ്ങനെ കയറി ഇത് കൂടി ഇറങ്ങുക. അയ്യോ, ഇറങ്ങാനുള്ള വഴിയൊക്കെ അടച്ചു വെച്ചോ. ഇവിടെ ഇറങ്ങാനുള്ള വഴിയിൽ കമ്പൊക്കെ ഉണ്ട്. അയ്യോ, ഞാൻ നിരങ്ങുമല്ലോ. ഈ വഴി കൂടി കുത്തനെ വേണം അങ്ങോട്ട് ഇറങ്ങാൻ. പറ്റുമോ നോക്കട്ടെ കേട്ടോ. എനിക്ക് ഈ കുത്തനുള്ള സ്ഥലം, കുറച്ച് ഹൈറ്റായ സ്ഥലമൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഭണ്ണാരം കണ്ടോ, ഭണ്ണാരമല്ലാന്ന് തോന്നുന്നു, ഇത് പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അറ്റം പിടിച്ചിട്ടാണ് ഇവിടെ നിരങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അതൊക്കെ അങ്ങോട്ട് ഒരൊക്കെ ചടഞ്ഞാടല്ലേ ഇറങ്ങി നിരങ്ങോ വിചാരിച്ചിട്ടേ. ശനിയാഴ്ച അയ്യപ്പൻ വിളക്കായില്ല. അതല്ലേ, ഞാൻ പഞ്ചായത്തിക്കാ. ഇന്നവിടെ പരിപാടിയല്ലേ. അതിന് അങ്ങോട്ട് പോവാം. ഇന്ന് ഡ്യൂട്ടി അവിടെ പഞ്ചായത്തിൽ. അപ്പം അവർ കഴിഞ്ഞ മെമ്പറായിരുന്നു, ഇപ്രാവശ്യം മെമ്പറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിയായി നിന്നായിരുന്നു. പക്ഷെ കിട്ടിയില്ല എന്ന് തോന്നുന്നു കേട്ടോ. അവർക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പോയിക്കൊണ്ടിരിക്കുക.
അപ്പോൾ എന്തായാലും നടക്കല്ലേ, നിങ്ങളോട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ നടക്കാം. പണ്ട് ഞാൻ ഇവിടെയാണ് താമസിച്ചിരുന്നതെന്ന് അറിയാമല്ലോ. എൻ്റെ പഴയ വീഡിയോ ഒക്കെ നോക്കിയാലും അറിയാം, ഞാൻ ബുദ്ധിവഴിയിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് അന്ന്. അതായത് അവിടെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ ചില വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു തെറ്റൊക്കെ എൻ്റെ ഭാഗത്തുണ്ട്, പക്ഷേ അങ്ങനെ വലിയ തെറ്റെന്ന് പറയാനൊന്നും എൻ്റെ ഭാഗത്തില്ല. അതൊന്നും അറിയില്ല. അപ്പം ഞാനും മോനും ഒറ്റയ്ക്ക് താമസിക്കുന്ന കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായതും കൊണ്ട്, അതായത് ഒരാൾ വീട്ടിലേക്ക് വന്ന് നമ്മൾ ഉപദ്രവിച്ചൊന്നുമില്ല, ഇങ്ങനെ തിരഞ്ഞു വന്നു. അപ്പോൾ അതിൽ ചെറിയ ഇഷ്യൂക്കായി ഞാൻ പോയി പരാതി പറഞ്ഞത് പഞ്ചായത്തിലാണ്. അല്ലാതെ എന്നെ കുറ്റം പറഞ്ഞവരുടെ ഒരു ഹെൽപ്പിനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല. അവരെ ഒന്നിനും വിളിച്ചിട്ടുമില്ല. എന്നെ കേൾക്കാതെയൊക്കെ ആൾക്കാരെന്നെ കുറ്റം പറയുന്നുണ്ടെങ്കിലും ഞാൻ അറിയും പോലെ സംസാരിച്ചത് രണ്ട് കൂട്ടർ മാത്രമാണ് കേട്ടോ. അതായത് വീട് ഓണർ പോലും എന്നെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ അയൽവാസി ഒരാൾ അവരെന്നെ പൂമോൾ എന്നൊക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഞാൻ അറിഞ്ഞു. നമ്മളെ എത്താൻ വേണ്ടിയിട്ടുള്ളവരടുത്തൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു. പക്ഷേ അയാളെയോ, പിന്നെ എൻ്റെ ഓഫീസിലൊരു പെൺകുട്ടിയുണ്ട്, അവരുടെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ മുടിയും ചോപ്പിച്ച് നടക്കുക അത്രേ. ഇതേണ്ട, എൻ്റെ മുടി നരച്ചതാണ്. നമ്മൾ പ്രായം കുറച്ച് അങ്ങോട്ട് കടന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഫുള്ളായി നരച്ചു എന്നല്ല, ഈ ചോപ്പ് കാണുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ നരച്ച് തന്നെയാണ് കേട്ടോ. എനിക്കത് പറയാനൊരു മടിയുമില്ല. അപ്പോൾ ഞാനതേയും മൈലാഞ്ചി തേക്കും, എണ്ണ തേക്കുമ്പോൾ അത് ചുവന്ന കളറായി കിടക്കും. ഇപ്പോൾ പിന്നെ കളറടിക്കലൊരു ട്രെൻഡാണല്ലോ. അപ്പോൾ കളറടിക്കാൻ കെമിക്കലായിട്ട് കളറടിക്കാനും ഞാൻ പോവാറില്ല. അപ്പം മൈലാഞ്ചി തേച്ചിട്ട് നമ്മുടേതായ രീതിക്ക് നടക്കലാണ്. അപ്പോൾ അതിന് വരെ ഒരു കുറ്റം പറഞ്ഞു. എൻ്റെ ഓഫീസിലെ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് തന്നെയാണ്. അവർ പറഞ്ഞു മുടിയും ചോപ്പിച്ച് നടക്കാണ് അവൾ എന്നൊക്കെ എന്നെ സംബോധന ചെയ്തത്. പുറമേ ഉള്ളവർക്ക് ആരെ എന്ത് വേണമെങ്കിലും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ എനിക്കും പറയാൻ വേണമെങ്കിൽ അവരങ്ങനെ ഇവരിങ്ങനെയൊക്കെ എനിക്കും പറയാം, അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. എങ്കിലും നമ്മൾ അറിയുന്ന വിധത്തിലൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ അത് മോശം തന്നെയല്ലേ. എന്നെ പൂമോളിൽ നിന്നും ഞാനങ്ങനെ മറ്റേത് പറയാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ പറയുകയാണ്. എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പൂമോളിൽ നിന്നും പിന്നെ ബോഡി ഷെയ്മിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ആരവർക്ക് അധികാരമൊക്കെ കൊടുത്തത്, അത് ഞാൻ അറിയുന്ന വിധത്തിൽ. അതുകൊണ്ട് എന്തായി, ആ രണ്ട് കുട്ടികൾ മാത്രം, മറ്റുള്ളവർ എന്നെ പറഞ്ഞ് കാണും, പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാറില്ല. ഈ പറഞ്ഞ രണ്ട് കൂട്ടരെ മാത്രം ഞാൻ വഴിയിൽ നിന്ന് കണ്ടാൽ മിണ്ടാതെ ആയിട്ടാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും, എനിക്കിപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നപ്പോഴും ഞാൻ ഇവരുടെ ഹെൽപ്പൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അവരെ വീട്ടിലേക്ക് ഓടിപ്പോയിട്ടില്ല. എന്നെ ഒന്ന് വന്ന് സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അവരടുത്ത് ഒരു 10 പൈസ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. എന്നിട്ടാണ് അവരെന്നെ വിലയിരുത്താനും ഇതിനൊക്കെ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം എനിക്ക് മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ ഒന്നും മനസ്സിൽ സൂക്ഷിക്കാത്ത ആളാണ്, പക്ഷെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അപ്പം എല്ലാം കൂടി ആയപ്പോൾ പഴയ വീട് ഓണറും പറഞ്ഞു ഒറ്റയ്ക്ക് താമസിക്കല്ലേ എന്ന്, പിന്നെ ഒഴിഞ്ഞോന്നുള്ള രീതിക്ക് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മാറി. പിന്നെ ഒറ്റയ്ക്ക് സൗകര്യമുള്ള സ്കൂളും കിട്ടിയപ്പോൾ അങ്ങനെ മാറിയതാണ്. അതുവരേക്കും ഞാൻ ഈ വഴികളിലൂടെയൊക്കെയാണ് നടന്ന് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ, ഓഫീസിലേക്കും തിരിച്ചും. അങ്ങനെ അതെ ഞാനും ബൂതിവഴി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് പഞ്ചായത്തിൻ്റെ അവിടെ, പഞ്ചായത്ത് കൃഷിഭവനൊക്കെയാണ് അവിടെ. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ ബസ് സ്റ്റോപ്പ്. നമ്മൾ അച്ചൂട്ടീനൊക്കെ പണ്ട് ബസ് കയറ്റി ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ബസ് സ്റ്റോപ്പ് ഇത്. അപ്പോൾ ഇന്ന് പരിപാടി ഇതാകളി പഞ്ചായത്തിലാണ്. അപ്പോൾ നേരെ അപ്പുറത്തേക്ക് കിടക്കണം. ആ അമ്പലമില്ലേ, അവിടെ നമ്മൾ പണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അത് ആ ആലിൻ്റെ ചോട്ടിൽ കൂടി അങ്ങനെ ലെഫ്റ്റ് വീല് ഒരു ചുവന്ന ഷർട്ടിട്ട കുട്ടി, ബനിയനിട്ട കുട്ടി നടന്നു പോകുന്നില്ലേ, കറുപ്പും പിങ്കും ഒക്കെ ആയിട്ട്, നീലയും പിങ്കും എന്നൊക്കെ ആയിട്ട്. അപ്പം നമുക്കിത് അപ്പുറത്തേക്ക് കിടക്കണം. വണ്ടി നിൽക്കണ കാരണം കിടക്കാത്തയാണ്. ഇത് ഞങ്ങളുടെ കൃഷിഭവൻ, ഇത് പഞ്ചായത്ത്. അപ്പുറം ഇപ്പുറയാണ് ബിൽഡിങ് കേട്ടോ. അപ്പോൾ ഒരു ടിപ്പറും കൂടി വരുന്നുണ്ട്, അതും കൂടി വന്നിട്ട് എന്നിട്ട് കടന്നിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോട്ടെ. ഇതൊരു വളവാണ്, അപ്പോൾ കടക്കാൻ പേടിയാ. കടന്നു ആദ്യം കൃഷിഭവനിൽ കയറിയിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോവാം. അപ്പോൾ സമയം ഏകദേശം 10 മണിയോട് അടുത്തു. അപ്പം ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കട്ടെ. ഞാൻ കയറുവാണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.